മുട്ട ചമ്മന്തിച്ചോറ് സംഭവം എന്താണെന്ന് മനസ്സിലായോ? ചിക്കിയെടുത്ത മുട്ടയിലേക്ക് ചുട്ടെടുത്ത വറ്റൽ മുളകും കാന്താരിയൊക്കെ ഇട്ട് അരച്ച നല്ല കിടിലൻ ചമ്മന്തിയും ചൂട് ചോറും ഒക്കെ ഇട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നില്ലേ? എന്തിൻ്റെ? പൊതിച്ചോറിൻ്റെ അല്ലേ? അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സിനും ലഞ്ച് ബോക്സിനും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പറയുന്നത് 2 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അളവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർക്കാം. 6 7 ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഇതുപോലൊരു ചെറിയ സൈസിലുള്ള ഇഞ്ചി മതി, ഒരുപാടങ്ങ് കൂടി പോകണ്ട. പിന്നെ നമ്മുടെ കാന്താരി മുളക് അത് ഒരു 8-10 എണ്ണം ചേർക്കാം. ഇതാണ് ഹൈലൈറ്റ്. നമ്മുടെ വറ്റൽ മുളകൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 5 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഇനി നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു ചെറിയ സൈസിലുള്ള പുളി, ഒരു നെല്ലിക്ക സൈസില്ല കേട്ടോ, വളരെ ചെറിയൊരു സൈസിലുള്ള പുളി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ പൾസ് ബട്ടൺ ഉപയോഗിച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ചേക്കുന്നത്. നമുക്ക് ഒട്ടും അരയുന്നില്ലെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരയ്ക്കാം. ഇനിയും ഒരു മൺചട്ടിയോ അടികട്ടിയുള്ള ഒരു പാത്രമോ ചൂടാക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് സവാളയാണ്. ഞാനൊരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് എടുത്തു, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതിട്ട് കൊടുക്കാം. സവാളയൊന്നും കൂടി പോണ്ട, ഒരു ചെറിയ സവാള മതി. ഇതിനെ ഒന്ന് വഴട്ടിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴട്ടി കഴിയുമ്പോൾ തന്നെ സവാളയൊക്കെ ഒന്ന് ചുരുങ്ങി ഒന്ന് ട്രാൻസ്പെറൻ്റായി മാറും. അത് മതി, കളറൊന്നും മാറണ്ട. ഇത്രയും മതിയേ. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ ചമ്മന്തിക്കും ഒക്കെ എരിവുണ്ട്, അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുളക് പൊടി ചേർക്കുന്നത്. ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് ഇനി എന്താ ചേർക്കേണ്ടത്? മുട്ട ഒരു 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അത് പൊട്ടിച്ച് ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ 2 പേർക്കുള്ള അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ മുട്ട ചേർക്കുമ്പോൾ എന്തായാലും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണ്ടേ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചതല്ല, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം കുറച്ച് നേരം ഒരു 30 സെക്കൻഡ്സ് ഒന്നും ചെയ്യാതെ അവിടെ വെക്കുക കേട്ടോ. ആ മുട്ട ഒന്ന് കുക്കായി വരും. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് അങ്ങ് ഒട്ടിപ്പിടിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ആ മസാലയുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക. ചെറിയ സ്ക്രാമ്പിൾസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഡ്രൈ ആകാൻ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒരുപാട് എടുത്ത് ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക, അത് മതി. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനിയും ഇതിൽ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യുക. എരിവ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ്. ഞാനിതിലേക്ക് ചോറ് ആഡ് ചെയ്യാണ്. നമ്മുടെ മട്ടയരി ചോറാണ് ഞാൻ ചേർക്കുന്നത്. മട്ടയരി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇനി പൊന്നി റൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുക്കാം, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ബസ്മതി റൈസ് ഒന്നും എടുക്കരുത്. അപ്പോൾ ഞാൻ 4 തവി ചോറാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. 4 തവിയൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. ചോറങ്ങ് കൂടിപ്പോകരുത്, അതുപോലെ മസാലയും കൂടിപ്പോകരുത്. ആ ഒരു രീതിയിൽ ആഡ് ചെയ്യുക. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചോറൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം, അത് മതിയാവും. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഈ ഒരു മുട്ട ചമ്മന്തി ചോറും ഒരു നാരങ്ങാച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ അടിപൊളി. വാഴയിലയിലൊക്കെ പൊതിഞ്ഞെടുക്കാനാണെങ്കിൽ ആഹാ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ.
അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഞാൻ ചോറ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ട ചിക്കിയപ്പോഴും ചമ്മന്തിയിലും ഒക്കെ ഉപ്പുണ്ട്. എനിക്ക് ഉപ്പ് കറക്റ്റാണ്, അപ്പോൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ നമ്മുടെ മുട്ട ചമ്മന്തി ചോറ് റെഡി. ഇത് ചൂടോടുകൂടി കഴിക്കാം. ഇനി തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് കുറച്ച് ആഡംബരമാക്കിയിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും നാരങ്ങാച്ചാറും പപ്പടവും. നമ്മളൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മുട്ട ചമ്മന്തി ചോറും പപ്പടമോ അച്ചാറോ അത് മതിയാവും, ലാവിഷായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.